മൂന്നെണ്ണമാണ്: ആശ്വാസം, സംരക്ഷണം, ശുദ്ധീകരണം. 2, നോഹയുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്നു, നോഹയ്ക്ക് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേർതിരിക്കപ്പെട്ട ഒരു ജീവിതശൈലി. അതിങ്ങനെ നമുക്ക് പറയാം, കുറച്ചുകൂടി രസമായി അല്ലെങ്കിൽ സരസമായി രസകരമായി നമുക്കിങ്ങനെ പറയാം: ദൈവത്തോട് സവിശേഷപരമായും ലോകത്തോട് സുവിശേഷപരമായുമുള്ളൊരു ബന്ധം നോഹയ്ക്കുണ്ടായിരുന്നു. എങ്ങനെയാ? ദൈവത്തോട് സവിശേഷപരമായും ലോകത്തോട് സുവിശേഷപരമായുമുള്ളൊരു ബന്ധം ആര് കാത്തു സൂക്ഷിച്ചു? നോഹ കാത്തു സൂക്ഷിച്ചു. അതാണ് നോഹയുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ വലിയ പ്രത്യേകത എന്നുള്ളത്. നോക്കൂ, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നോഹയുടെ ലെഗസിയെക്കുറിച്ച് വായിക്കുക. നോഹയുടെ വംശപാരമ്പര്യം എന്താണെന്ന് വായിക്കുക. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നോഹയുടെ വംശപാരമ്പര്യം. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടി നടന്നു. അത് കഴിഞ്ഞിട്ടാണ് നോഹയുടെ പുത്രന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നോഹയുടെ ജീനിയോളജി ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടി നടന്നു. ഇല്ലേ? ദൈവത്തോടുകൂടി നടന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിക്കാൻ നമ്മൾ ഉത്തരം വേറൊന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാ? ഹാനോക്കാണെന്ന്. അല്ലേ? ഹാനോക്ക് മാത്രമല്ല, നോഹയും ദൈവത്തോടുകൂടി നടന്നിട്ടുണ്ട് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, ലോകത്തിന് എതിരായ ഒരു ശൈലിയാണത്. ലോകത്തിനെതിരായ ഒരു ശൈലി. നോഹയുടെ മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നോക്കൂ, നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരു നട്ടപ്രാ വെയിലത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അല്ലേ? ഒരു നട്ടപ്രാ വെയിലത്ത് നോഹ കുത്തിയിരിക്കുകയാണ്. വെയിലത്ത് കുത്തിയിരിക്കുക നട്ടുച്ചയ്ക്ക്. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, എന്തോ ചെയ്യാണ്? അത് ഞാനൊരു പെട്ടകം പണിയാൻ പോവുകയാണ്. ചെറിയ പെട്ടകമല്ല, വലിയ പെട്ടകമാണ്. ദൈവം പറഞ്ഞ അളവാണ്. വലിയ പെട്ടകം പണിയാണ്. നാട്ടുകാരെല്ലാം എന്ത് വിളിച്ച് കാണും? പൊട്ടാന്ന് തന്നെ വിളിച്ച് കാണാം. ഇല്ലേ? പൊട്ടൻ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ടാവും. ഒരു നട്ടപ്രാ വെയിലത്ത് കുത്തിയിരുന്ന് പെട്ടകം പണിയുന്നവനെ എന്ത് വിളിക്കണം? പൊട്ടൻ എന്ന് തന്നെ വിളിക്കണം. നാട്ടുകാരെല്ലാം പൊട്ടനെ നോക്കി പൊട്ടിച്ചിരിച്ചു. പക്ഷേ നോഹയ്ക്കറിയാമായിരുന്നു ചിരി കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് നോഹയ്ക്ക് അറിയാമായിരുന്നു. ആ ചിരി കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞതിനെ ആര് വിശ്വസിച്ചു? നോഹ വിശ്വസിച്ചു. തനിക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ തനിക്കെതിരായി നിന്നപ്പോഴും തന്നെ മറന്നു പോകാത്ത ദൈവത്തെ നോഹ ആഴമായി വിശ്വസിച്ചു. നോക്കൂ, ഈ വിശ്വാസ ജീവിതമാണ് നോഹ നമ്മുടെ മുൻപിൽ രണ്ടാമത് വെക്കുന്നത്. അതാണ് ദൈവത്തോട് സവിശേഷപരമായ ഒരു ബന്ധം, ലോകത്തോട് സുവിശേഷപരമായ ഒരു ബന്ധം. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം. ലോകത്തോടുള്ള ബന്ധവും ദൈവത്തോടുള്ള ബന്ധവും. നോക്കൂ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന ഒരു 3 പേര് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? സാധാരണ നമ്മൾ ആ 3 പേരുടെ കൂടെ കൂടും. ഇല്ലേ? 3 പേരുടെ കൂടെ കൂടും. അവിടെയാണ് നമ്മുടെ മനസാക്ഷി എന്നൊരു ഭാഗത്തിന് പ്രാധാന്യമുണ്ടാകുന്നത്. ഇല്ലേ? ലെഗസി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ലെഗസി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഈ പിതൃസ്വത്തവകാശം എന്നൊക്കെയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അതിനേക്കാൾ ആഴമായ അർത്ഥം അതിനുണ്ട്. ലെഗസി. നമ്മൾ ഈ കല്ലറയിൽ പോയി നോക്കണം. ഈ കല്ലറയിൽ സാധാരണ 2 ഡേറ്റാണ് എഴുതുക. ഏതൊക്കെ? ജനിച്ച ഡേറ്റും മരിച്ച ഡേറ്റ്. ഇല്ലേ? ജനിച്ച ഡേറ്റും മരിച്ച ഡേറ്റ്. ലോകത്ത് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒരേ ഒരു പ്രോഡക്റ്റ് ആരാ? മനുഷ്യൻ മാത്രമാണ്. അല്ലേ? നമ്മളെ ആലോചിച്ച് നോക്കി, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ പുറകിൽ ദൈവം ഒരു സീലടിച്ചിട്ട് എൻ്റെ ഇതിലൊരു എക്സ്പയറി ഡേറ്റ് കൂടെ എഴുതി വിട്ടായിരുന്നല്ലോ, ലോകം എന്തൊരു നല്ല ലോകമായേനെ. അല്ലേ? നാളെ മരിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിചാരം എന്തായിരിക്കും? അല്ലേ? നമ്മളെന്തോ ഒരു നല്ല മനുഷ്യരായേനെ. ഇത് നമ്മൾ ഈ കർത്താവ് വരുന്നിടം വരെയും നമ്മൾ ജീവനോടിരിക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതല്ല. അല്ലേ? അങ്ങനെയല്ല. നോക്കൂ, കല്ലറയിൽ നമ്മുടെ ഹെഡ് സ്റ്റോണിൽ നമ്മൾ എഴുതുന്നത് ജനിച്ച വർഷവും മരിച്ച വർഷവും. അതിനിടയ്ക്ക് നമ്മൾ ചെറിയ വരയിടും, ഹൈഫൺ ഇടും, ചെറിയൊരു ഹൈഫൺ. പക്ഷേ ഈ ചെറിയൊരു ഹൈഫൺ കൊണ്ട് നമ്മൾ ഈ ലോകത്ത് കാണിച്ചു കൂട്ടിയതെല്ലാം അതിൻ്റെ അതിലുണ്ട്. ഇല്ലേ? എന്തോ ഒരു ദീർഘമായ ഒരു ജീവിതത്തെയാണ് നമ്മൾ വളരെ ചെറിയൊരു വര കൊണ്ട് അവിടെ സൂചിപ്പിച്ചു വെക്കുന്നത്. ആ ചെറിയ വര കൊണ്ട് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നതിൻ്റെ പേരാണ് നമ്മുടെ ലെഗസി. നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ ലെഗസി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കുകയും നമ്മളുടെ ലെഗസി എന്താണ്? ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ തലമുറ നമ്മളെക്കുറിച്ച് എന്താണ് പറയുക? കാലങ്ങളേറെ കഴിഞ്ഞിട്ടും നോഹയെക്കുറിച്ച് പറയുന്നു, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ
നിഷ്കളങ്കനുമായിരുന്നു. ഇയ്യോബിനെക്കുറിച്ച് പറയുന്ന 4 കാര്യങ്ങൾ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായിരുന്നു. 4 കാര്യം. നമ്മളെക്കുറിച്ച് എത്ര കാര്യം പറയും? നമ്മുടെ തലമുറ ഒന്നും വേണ്ട, വീട്ടിൽ ചെന്നിട്ട് മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട്, മോനെ എനിക്ക് അപ്പനെക്കുറിച്ച് എന്തുവാ നിൻ്റെ അഭിപ്രായം, അമ്മയെക്കുറിച്ച് എന്തുവാ നിൻ്റെ അഭിപ്രായം? മരുമക്കളോടൊന്നും ചോദിക്കണ്ട, അവരോട് ചോദിക്കണമെന്നേ. ഇന്നത്തെ കാലത്തെ കൊച്ചുമക്കളുണ്ട്, ആൽഫ ബീറ്റ ജനറേഷനാണ്. അവർ സത്യം മാത്രമേ പറയുള്ളൂ. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്ന തലമുറയാണ്. അവർ കൃത്യമായിട്ട് പറയും, അപ്പച്ചൻ്റെ ആ സ്വഭാവം നല്ലതല്ല, എനിക്കിഷ്ടമല്ല. അമ്മച്ചിയുടെ ഈ സ്വഭാവം നല്ലതല്ല, അമ്മയുടെ ആ സ്വഭാവം നല്ലതല്ല. കൃത്യമായിട്ട് പറയും. നമ്മളൊന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു അളവ് പോലെ എവിടെ തന്നെയുണ്ട്? വീടുകളിൽ തന്നെയുണ്ട്. ഒന്ന് ശാന്തമായിട്ട് പരിശോധിക്കണം. എന്നിട്ട് അതനുസരിച്ച് ദൈവസന്നിധി വന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കണം. ദൈവമേ, എൻ്റെ കൊച്ചുമോൻ എന്നെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ പറഞ്ഞേ, അല്ലെ കൊച്ചുമോൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞേ, അല്ലേ? നമ്മൾ ഈ ലെഗസിയാണ് അവശേഷിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ കടന്നു പോയി കഴിയുമ്പോഴും നമ്മുടെ കൊച്ചുമക്കൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയുള്ളൂ, എൻ്റെ അപ്പച്ചൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മച്ചി ഇങ്ങനെയായിരുന്നു. അതാണോ പറയിപ്പിക്കേണ്ടത്? നോഹ പറയുന്നതിൻ്റെ കൂട്ട് നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണോ നമ്മൾ പറയേണ്ടത്? ഇല്ലേ? നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാകുമ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ട്, ഇല്ലേ? നമ്മൾ ഇപ്പോഴേ ജീവിതത്തിൻ്റെ ഒരു ക്ലോസിംഗ് ബാലൻസ് എടുത്തു വെക്കണം. എന്തൊക്കെയാണ് നമ്മൾ അവശേഷിപ്പിക്കാൻ പോകുന്നതെന്ന് ക്ലോസിംഗ് ബാലൻസ്. കാരണം എന്താ? എന്നാ കടന്നു പോകുന്നത് നമുക്കറിയാമോ? എന്നാ കടന്നു പോകുന്നതെന്ന് അറിയാവുന്നവർ ആ കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം ക്ലോസിംഗ് ബാലൻസ് എടുത്താൽ മതി. ബാക്കിയുള്ളവരിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ എന്താണ് അവശേഷിപ്പിക്കുന്നത്? നന്മയാണോ, സമാധാനമാണോ, ഐക്യമാണോ, കലഹമാണോ, ഷണ്ഠയാണോ, ദുശാഠ്യമാണോ? തോരം കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ജോലി സാഹചര്യങ്ങൾ, നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ഈ ലെഗസി അവശേഷിപ്പിച്ചേക്കുന്നത്? ഗൗരവമായിട്ട് നമ്മൾ പരിശോധിക്കണം. ഈ സുവിശേഷ ചൈതന്യമുള്ളൊരു ജീവിതം ഉണ്ടാകണം പ്രിയമുള്ളവരെ. വെറും ജീവിതമല്ല, സുവിശേഷത്തിൻ്റെ ചൈതന്യമുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഒരു ഗോസ്പൽ ഓറിയൻറ്റഡ് ലൈഫ്, അതാണ് നമുക്ക് വേണ്ടത്. സുവിശേഷത്തിൻ്റെ ചൈതന്യം എപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എത്ര സുവിശേഷങ്ങളാണ് ഉള്ളത്? ഇത്ര വലിയ സംശയമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, 4 സുവിശേഷം ഇല്ലേ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വലിയൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ഹൂ വിൽ ബി ദ 5th ഗോസ്പൽ എന്നാണ്. 5ാമത്തെ സുവിശേഷം ആരാകും? സുവിശേഷങ്ങളൊക്കെ കർത്താവിൻ്റെ മഹച്ചരിതങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 5ാമത്തെ സുവിശേഷമാകാനുള്ള വലിയൊരു ആഹ്വാനം ഈ നോഹ തരുന്നുണ്ട്. 5ാമത്തെ സുവിശേഷം, ഹു വിൽ ബി ദ 5th ഗോസ്പൽ എന്ന്. അക്രൈസ്തവർ വായിക്കുന്ന ബൈബിൾ ഏതാണ്? അക്രൈസ്തവർ കാണുന്ന ക്രിസ്തു ആരാണ്? നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ 5 അക്രൈസ്തവരുണ്ടെങ്കിൽ അവർ വായിക്കുന്ന ബൈബിൾ ഏതായിരിക്കണം? അവരുടെ കൂടെ ജോലി ചെയ്യുന്ന വിശ്വാസിയായിരിക്കണം. നമ്മളൊരു യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റു മനുഷ്യർ വായിക്കുന്ന ബൈബിൾ ഏതായിരിക്കണം? നമ്മളായിരിക്കണം. അവർ കാണുന്ന ക്രിസ്തു നമ്മളായിരിക്കണം. അതാണ് നോഹ 2ാമത് നമ്മെ ഓർപ്പിക്കുന്നത്. എന്താ അത്? നോഹയ്ക്ക് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതശൈലി. ഈ ലോകത്തോട് ചേരുന്ന ശൈലിയല്ല. ലോകത്തോട് ചേരാൻ ഒരുപാട് ശൈലികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും, കയ്പിനെ മധുരമെന്നും മധുരത്തിന് കയ്പെന്നും, ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും പറയുന്നൊരു തലമുറ. അയ്യോ കഷ്ടമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അവിടെ. നോക്കൂ, നമ്മുടെ ചുറ്റും ഇരുട്ടിൻ്റെയും കയ്പിൻ്റെയും ഒക്കെ അനുഭവങ്ങളാണുള്ളത്. അതാണ് നല്ലതെന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, ഈ കായംകുളത്തിന് പടിഞ്ഞാറ് പുല്ലുകുളങ്ങരയിൽ ഒരു മകൻ, അതും വെറും മകനല്ല, അഡ്വക്കേറ്റായ ഒരു മകൻ തൻ്റെ അപ്പനെയും അമ്മയും വെട്ടി. 1-2 വെട്ടല്ല, അപ്പനെ വെട്ടിയത് 47 വെട്ടാണ്. 47 വെട്ട് വെട്ടി അപ്പൻ്റെ മുഖവും ശരീരവും വികൃതമാക്കി. അപ്പൻ മരിച്ചുപോയി. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. നോക്കൂ, ഇന്നലെ വൈകിട്ടത്തെ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് അവന് ബോധം വന്നത്. അവൻ ഉപയോഗിച്ച ലഹരിയിൽ നിന്ന്
അവന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവനിതൊന്നും ഓർമ്മയില്ല. അവൻ്റെ അപ്പനെ വെട്ടിക്കൊന്നത് ഓർമ്മയില്ല, അവൻ്റെ അമ്മയെ വെട്ടിക്കൊന്നത് ഓർമ്മയില്ല. നോക്കൂ, നമ്മുടെ ചുറ്റുമുള്ള അന്ധകാര ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വീടിൻ്റെ സുരക്ഷിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇങ്ങോട്ടാണ്, ഈ പറയുന്ന ലോക സമൂഹത്തിലേക്കാണ്. ഒരു 12 വയസ്സിനുള്ളിൽ നമ്മുടെ മക്കളുടെ ഒക്കെ ഉള്ളിൽ ഒരു തമ്പുരാനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, കൈവിട്ടു പോകും. 12 വയസ്സ്, അത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രായമാണ്. 12 വയസ്സുള്ളപ്പോൾ തമ്പുരാൻ എവിടെ പോയി? പെരുന്നാളിന് പോയി. ഈ 12 വയസ്സിനുള്ളിൽ, കാരണം 13-ാം വയസ്സ് തൊട്ട് ടീൻ തുടങ്ങുകയാണ്. അപ്പോൾ 12 വയസ്സിനുള്ളിൽ നമ്മൾ വിളിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കണം. രാവിലെ നമ്മൾ പായിട്ടില്ലെങ്കിലും വൈകിട്ട് പ്രാർത്ഥിക്കാൻ അവർ പായിടണം. സൺഡേ സ്കൂളിൽ പഠിക്കാൻ അവർ തയ്യാറാവണം. ഇല്ലായെങ്കിലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ ഇരുട്ടിനോട്, ലോകത്തിൻ്റെ കളങ്കത്തോട് പറ്റിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതുകൊണ്ട് സുവിശേഷ ചൈതന്യമുള്ളൊരു ജീവിതം, ദൈവത്തോട് സവിശേഷപരമായും ലോകത്തോട് സുവിശേഷപരമായും ജീവിച്ച നോഹയാണ് രണ്ടാമത് നമ്മുടെ മുൻപിലുള്ളത്. 3 ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കൃത്യസമയത്ത് തന്നെ. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നോഹ തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞു. നോഹ ദൈവത്തോട് വേർതിരിക്കപ്പെട്ടൊരു ജീവിതശൈലിയിൽ ജീവിക്കുകയും ദൈവത്തോട് സവിശേഷപരമായും ലോകത്തോട് സുവിശേഷപരമായും ഒരു ബന്ധം പുലർത്തുകയും ചെയ്തു. 3 നോഹയുടെ ജീവിതത്തെക്കുറിച്ചുള്ള 3ാമത്തെ ചിന്ത പറയുന്നതിന് മുൻപ് ഞാൻ 2 വേദഭാഗങ്ങൾ വായിക്കാം. അത് 1 7-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വ ജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. നോക്കൂ, അവിടെ വായിക്കുന്നത് യഹോവ വാതിൽ അടച്ചു. ഇനി 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി, ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. നോക്കൂ, 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിച്ചത്, ആ വാതിൽ ആരാ അടച്ചത്? ദൈവം അടച്ച വാതിലാണ്. 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ആ വാതിൽ ആരാ തുറന്നത്? ആരാണ് തുറന്നത്? നോഹയാണ് തുറന്നത്. നോക്കൂ പ്രിയമുള്ളവരെ, ദൈവമടച്ച വാതിൽ തുറക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? ദൈവമടച്ച വാതിൽ തുറക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? ദൈവമടച്ച വാതിലാണ്. ദൈവമടച്ച് കുറ്റിയിട്ട വാതിൽ അതെവിടെ നിന്നായിരിക്കും അടച്ചത്? പുറത്തു നിന്നാണ്, അല്ലേ? ആ വാതിൽ പെട്ടകത്തിനകത്തുള്ള ഒരു മനുഷ്യന് തുറക്കാൻ എങ്ങനെ സാധിച്ചു? ഉത്തരം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു എന്നാണ്. സകല മൃഗങ്ങളെയും സകല ജീവികളെയും നോഹയെയും ആരോർത്തു? ദൈവം ഓർത്തു. ഇത്രേ ഉള്ളൂ പ്രിയമുള്ളവരെ, നോഹ നമുക്ക് നൽകുന്ന 3ാമത്തെ സന്ദേശം. ആര് മറന്നാലും ദൈവം തന്നെ മറക്കില്ല എന്ന് ആർക്കറിയാമായിരുന്നു? ആര് മറന്നാലും ദൈവം തന്നെ മറക്കില്ല എന്ന് നോഹയ്ക്ക് അറിയാമായിരുന്നു. അതാണ് നോഹ നമുക്ക് നൽകുന്ന 3ാമത്തെ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് ദൈവം അടച്ച വാതിൽ ഒരു മനുഷ്യന് തുറക്കാൻ സാധിച്ചത്. ദൈവം നോഹയെ ഓർത്തു എന്നുള്ളത് നമ്മളെ അച്ഛൻ ആദ്യം ഓർപ്പിച്ചതിനോട് ചേർന്ന് ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മെ ഓർക്കുമോ? ദൈവത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ ഉണ്ടാകുമോ? ഈ ലോകത്തെ, ഈ കാലത്തെ ഏറ്റവും വലിയ രോഗം എന്താണെന്നറിയാമോ? അത് ക്യാൻസർ അല്ല, അത് എയ്ഡ്സ് അല്ല, അത് മറ്റ് യാതൊരു ശാരീരിക പ്രയാസങ്ങളും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഗുരുതരമായ രോഗാവസ്ഥ എന്നുള്ളത് ഡിമെൻഷ്യ, അൽഷിമേഴ്സ്. എന്താ അത്? ഓർമ്മയില്ലാതാവുക എന്നുള്ളത്. പത്തനാപുരത്ത് മർത്തോമാ സഭയുടെ സ്മൃതി എന്നൊരു ഡിമെൻഷ്യ സെൻ്റർ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛനും കൊച്ചമ്മയോടെയാണ് അത് നടത്തുന്നത്. ഒരിക്കൽ ഞങ്ങളവിടെ പോയി കുറച്ച് നാൾ മുമ്പ്. 40 ഡിമെൻഷ്യ ഉള്ള മനുഷ്യരവിടെ ഉണ്ട്. അവർക്കൊന്നും അറിയത്തില്ല അവരെ ആരാണ് പിടിക്കുന്നതെന്നോ അവരെവിടെയാണ് താമസിക്കുന്നതെന്നോ അവരെന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും അവർക്കറിയില്ല. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ
അവിടെ ഇരുന്ന് തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അവരെ ക്ലീൻ ചെയ്യുക എന്ന് മാത്രമേ അവിടെ അവർക്ക് ചെയ്യാനുള്ളൂ. ഇവർ പറയണം അതിലും ഗൗരവതരമായ ചില കാര്യങ്ങളാണ് ഓരോ ഡെയിലി ഡീലിങ്സിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഓർമ്മയില്ല എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ എല്ലാ ഞായറാഴ്ചയും അതിരാവിലെ പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് കുർബാന കൊണ്ട് പെരുന്നാൾ കൂടി മാസവരി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവസാനം ദൈവം പറയും, ആരാ എനിക്ക് ഓർമ്മയില്ലല്ലോ. അയ്യോ, എന്തോ ഒരു ഗുരുതരമായ അവസ്ഥയാണ്. നമ്മുടെ മക്കൾ നമ്മളോട് പറയുമ്പോഴേ ഇല്ലേ, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് പറയും, ഓർമ്മയില്ലാത്ത ലോകമാണിന്ന്. ആരുടെയും ഓർമ്മകളിൽ നമ്മളില്ല. അതുകൊണ്ട് പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൂസോയ പ്രാർത്ഥന, ദൈവമേ നിന്റെ കരുണയാൽ നീ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആര് നമ്മളെ ഓർക്കും? ദൈവം നമ്മളെ ഓർക്കും. ദൈവമേ നിന്റെ കരുണയാൽ നീ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. തമ്പുരാനെ പെറ്റ അമ്മയുടെ ഒരു മധ്യസ്ഥയിൽ നമ്മളിവിടെ കൂടി വരുമ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ തമ്പുരാനെ പെറ്റ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? ഞങ്ങളുടെ മരണസമയത്തും നീ ഇല്ലേ, കൃപ നിറഞ്ഞ മറിയമ്മയുടെ ഒടുവിലത്തെ വരി, ദൈവമാതാവായ വിശുദ്ധ കന്യമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും ദൈവത്തെ ഓർപ്പിക്കാൻ നമ്മൾ അമ്മയോട് പറയുകയാണ്. ദൈവത്തെ ഓർപ്പിക്കാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് ചെയ്യണം. മനുഷ്യരുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണ്ട. ആരുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ. ദൈവം മറന്നില്ലെങ്കിൽ ആര് മറന്നാലും ഒരു വിഷയമില്ല. ദൈവം മറന്നുപോയാലോ ആരോർത്ത് വെച്ചിട്ടും ഒരു കാര്യവുമില്ല. ദൈവം മറക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ചിന്തിച്ച് രാത്രി കിടക്കുമ്പോൾ ഇതൊക്കെ ഓർക്കണ്ട, പിന്നെ ഉറക്കേ വരത്തില്ല ഇല്ലേ? ദൈവം നമ്മളെ ഓർക്കുമോ? അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ദൈവം പറയും, എനിക്കറിയത്തില്ല നിങ്ങൾ ആരാ, എവിടുന്നാ വന്നേ, എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ഇല്ലേ? ദൈവം മറക്കാതിരിക്കാൻ എപ്പോഴും ചിന്തിച്ചോളൂ. ദൈവം കൈവിടത്തില്ല. ദൈവത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ ദൈവം കൈവിടത്തില്ല. രക്തസ്രാവക്കാരി സ്ത്രീ ഇല്ലേ, ഒരുപാട് പേര് തമ്പുരാൻ്റെ ചുറ്റുമുണ്ട്. അവക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, ആരും അറിയാതെ തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ താഴെ ഒന്ന് തൊടണം. താഴെ, മുകളിൽ തൊടണ്ട, ഏറ്റവും താഴെ ഒന്ന് തൊട്ടാൽ മതി. അവളിങ്ങനെ ഇഴഞ്ഞു ചെന്നിട്ട് ആരും അറിയാതെ തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന്. ഉടനെ എന്താ സംഭവിച്ചത്? ശക്തി പുറപ്പെട്ടു. തമ്പുരാൻ അറിഞ്ഞു. ആരും അറിയരുതെന്ന് വെച്ച് അവൾ ചെയ്ത കാര്യം ആരറിഞ്ഞു? തമ്പുരാൻ. നമ്മൾ അങ്ങനെയാണോ ഇന്ന് ചെയ്യുന്നത്? നമ്മുടെ ഉദ്ദേശം എല്ലാവരും അറിയണമെന്നുള്ളതാണ് ഇല്ലേ? പള്ളിക്കൊരു കാര്യം ചെയ്തു, ലോകം മുഴുവൻ അറിയണമെന്നുള്ളതാണ്. ഒരു മനുഷ്യന് 5 രൂപ കൊടുത്തു, ലോകം മുഴുവൻ അറിയണമെന്നുള്ളതാണ്. ഇവിടെ ആ സ്ത്രീ അങ്ങനെയല്ല ചെയ്തത്. അവർ ചെയ്തത് ആരും അറിയരുത്. ഈ മോഡലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊടണം. തൊട്ടേ മതിയാവും. ദൈവം ഓർത്തോളും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മയും 3 പെൺമക്കളും ഒരു വീടുണ്ടായിരുന്നു. ഈ 3 പെൺമക്കൾ, ഈ ആ വീട്ടിലെ ഇളയ മകൾക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ അവരുടെ അപ്പൻ മരിച്ചുപോയി. 3 മാസം പ്രായം. അപ്പനെ കണ്ട ഓർമ്മ പോലുമില്ല. അങ്ങനെ ഈ അമ്മ ഈ 3 പെൺമക്കളെയും അന്നത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ അവരെ കൊണ്ടാവുന്ന വിധത്തിൽ വളർത്തി വലുതാക്കി 3 പേരെയും കെട്ടിച്ചു. ഏറ്റവും ഇളയ മകളെ ആ 18ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടു. 19ാമത്തെ വയസ്സിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയായി. പൂർണ്ണ ഗർഭാവസ്ഥയിൽ ആയിരിക്കുന്ന തന്നെ മകളെയും കൊണ്ട് ഈ അമ്മ ആശുപത്രിയിൽ പോവുകയാണ്, ഡെലിവറിക്ക് പോവുകയാണ്. പോകുന്ന വഴി ഇന്നത്തെ കൂട്ട് കാറും സൗകര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ കുറേ നടന്നു, കുറച്ച് ബസ്സിന് പോയി, വീണ്ടും ഇറങ്ങി നടന്ന് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്ന മകളെ അവിടെ ആക്കി, പൂർണ്ണ ഗർഭിണിയാണ് ആ പെൺകുട്ടി. അവിടെ ആക്കിയിട്ട് അമ്മ തിരിച്ചു പോരുന്നു. എന്നാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ അമ്മ വഴിയിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചുപോയി. മരിക്കുമ്പോൾ ആ അമ്മയുടെ പ്രായം 40 വയസ്സാണ്. 40 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ വഴിയിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചുപോയി. പൂർണ്ണ ഗർഭിണിയായ മകൾ ആശുപത്രിയിൽ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മ ഇപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണ്.
കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അമ്മ വന്നില്ല. അപ്പോൾ മകളോടിത് പറഞ്ഞേ പറ്റൂ. അവസാനം ഭർത്താവും പ്രിയപ്പെട്ടവരും ഒക്കെ ചേർന്ന് അവളുടെ ചുറ്റും നിന്നുകൊണ്ട് മോളോട് പറഞ്ഞു, മോളെ അമ്മ മരിച്ചുപോയി എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ആ ഒരു അവസ്ഥ ഊഹിക്കാൻ പറ്റും ഇല്ലേ? ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വേറെ ആരുടെയും സാമീപ്യമല്ല, അമ്മയുടെ സാമീപ്യം തന്നെയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൾ പ്രസവിച്ചു. ഒരു കുഞ്ഞിനെ ദാനമായി ദൈവം കൊടുത്തു. ഈ കുഞ്ഞിനെയും കൊണ്ട് നമുക്കിന്ന് അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് അതിന് പറയുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ആ വാക്കിൻ്റെ ആഴം ഒരുപാട് വലുതാണ്. ഈ പ്രസവശേഷമുള്ള ഈ ഡിപ്രഷനിൽ അമ്മമാർ കാണിക്കുന്ന ചില കടുംകൈകളൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകമായ പേരാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു സൈഡിൽ സ്വന്തം അമ്മ കടന്നുപോയതിൻ്റെ ദുഃഖം, ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ ഇവൾക്കൊരു ശുശ്രൂഷ കൊടുക്കുകയോ ചെയ്യേണ്ട അമ്മയാണ് കടന്നുപോയത്. അത് 40-ാമത്തെ വയസ്സിൽ കടന്നുപോയി. ഈ ഭർത്താവ് ഇങ്ങനെ ആവോളം അവളെ ചേർത്ത് പിടിച്ചു. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആൾക്കാർ പറഞ്ഞു, എന്താ വല്യമ്മച്ചിയുടെ തലയും കൊണ്ട് പോയതാണ്, വല്യമ്മച്ചിയുടെ തലയും കൊണ്ട് പോയതാണ്. കൃത്യം വല്യമ്മച്ചി മരിച്ചു 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. നമുക്ക് പ്രിയമുള്ളവർ, ഒത്തിരി പ്രയാസങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, സഹനങ്ങളുടെ തീച്ചുകൂളയിലൂടെ ഈ അമ്മയും ഈ അപ്പനും ചേർന്ന് ഈ കുഞ്ഞിനെ വളർത്തി. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ ഓർത്താൽ ദൈവം നമ്മെ മറന്നു പോകത്തില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയായതുകൊണ്ടാണ്, അല്ലെ കൃത്യമായ ഉദാഹരണമായതുകൊണ്ടാണ് 2025 ഡിസംബർ മാസം 3-ാം തീയതി ഇന്ന് ആ കുഞ്ഞ് കുപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. എൻ്റെ വല്യമ്മച്ചിയുടെയും എൻ്റെ അമ്മയുടെയും കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ അമ്മ എൻ്റെ അമ്മയാണ്. മരിച്ചുപോയ വല്യമ്മച്ചി എൻ്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചി മരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. എനിക്കറിയാം എൻ്റെ അമ്മ കടന്നുപോയ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, സങ്കടങ്ങൾ. അവിടെയൊക്കെ ദൈവത്തോട് ചേർത്ത് പിടിച്ച് ദൈവത്തെ നോക്കി എൻ്റെ അമ്മ ജീവിച്ചതുകൊണ്ടും എന്നെ വളർത്തിയതുകൊണ്ടുമാണ് ഞാനിന്ന് ഈ പള്ളിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. ആര് തള്ളിക്കളഞ്ഞാലും ദൈവം കൈപിടിച്ച് ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ, അതിനപ്പുറത്തൊരാശ്വാസം ഇല്ല, അതിനപ്പുറത്തൊരാശ്വാസം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളൂ. ഈ ജീസസ് എന്ന് പറയുന്ന ഒരു ആൽബം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പീറ്റർ ചേരാനല്ലൂർ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. കുറേ പേര് തലയാട്ടിയതിൽ സന്തോഷം. ആ പാട്ട് ഉൾപ്പെടുന്ന കാസറ്റിൻ്റെ പേരാണ് ജീസസ്. ഒരു 10-12 പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് അത് ഇറങ്ങിയത്. അതിൻ്റെ സംഗീത സംവിധായകൻ്റെ പേരാണ് പീറ്റർ ചേരാനല്ലൂർ എന്നത്. ആ സമയത്ത് ഈ കാസറ്റ് ഭയങ്കര പോപ്പുലറായി. ഈ പാട്ട് ഇന്നും നമ്മൾ പാടുന്നതാണ്, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. ഈ പീറ്റർ ചേരാനല്ലൂർ പറയുന്ന അന്നത്തെ കാലത്ത് ഏകദേശം 1,00,000-ൽ പരം CD-യും കാസറ്റും ഒക്കെ വിറ്റുപോയി എന്നാണ് പറയുന്നത്. അത് വലിയൊരു എമൗണ്ടാണ്. സാമ്പത്തികമായി അദ്ദേഹത്തിന് വലിയൊരു മെച്ചം കിട്ടി. അപ്പോൾ ഒത്തിരി പേര് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, പീറ്റർ, നിങ്ങൾക്ക് വലിയൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് സംഗീതത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രിസ്തീയ പാട്ട് മാത്രം ചെയ്യാതെ മറ്റു മേഖലകളിലേക്ക് കൂടി നിങ്ങളുടെ ഈ കഴിവിനെ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പീറ്റർ ആലോചിച്ച്, ശരിയാണല്ലോ, ദൈവം തന്ന കഴിവാണ്, അതുകൊണ്ട് ഈ ക്രിസ്തീയ പാട്ട് മാത്രം ചെയ്താൽ പോരാ. പീറ്റർ അടുത്തത് ഇറക്കിയത് മഞ്ഞുമന്താരം എന്ന ഒരു പ്രണയഗാനങ്ങളുടെ ആൽബമാണ്. ഒരു പ്രണയഗാനങ്ങളുടെ ആൽബമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? മഞ്ഞുമന്താരം? ഇല്ല, ആരും കേട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അപ്പോൾ 1,00,000-ൽ ചില്ലുവാനും CD-യും കാസറ്റും വിറ്റുപോയ ജീസസ് എന്ന ഒരാൽബത്തിൻ്റെ അടുത്തിറക്കിയ മഞ്ഞുമന്താരം എന്ന പ്രണയഗാനത്തിൻ്റെ ആൽബം 100 കാസറ്റ് പോലും വിറ്റുപോയില്ല എന്ന് പീറ്റർ പറയുന്നു. അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി, സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പാട്ട് ട്യൂൺ ചെയ്യാനിരിക്കുമ്പോൾ ഈ ട്യൂണൊന്നും വരുന്നില്ല, നല്ല ട്യൂണൊന്നും വരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചാലോചിച്ച് എടുത്തിട്ട് അടുത്ത ട്യൂൺ ചെയ്ത പാട്ടിൻ്റെ വരിയും നമുക്കറിയാം, അടുത്ത ട്യൂൺ ചെയ്ത പാട്ടും നമുക്കറിയാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ഇല്ലേ? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ,
ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഒരു പാട്ടുകാരൻ എഴുതി വെച്ചിരിക്കുക. അതിൻ്റെ പുറകിൽ വലിയൊരു ജീവിത യാഥാർത്ഥ്യമുണ്ട്. ഇത് തന്നെയാണ് ദൈവം നോഹയിലൂടെ മൂന്നാമത് നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തെ മറക്കല്ലേ എന്നുള്ളതാണ്. ദൈവത്തെ മറന്നാൽ ദൈവം നമ്മളെ മറന്നു കളയാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമ്മളെ ഓർപ്പിക്കും. അതുകൊണ്ട് എന്താ വേണ്ടത്? മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഈ ഉപ്പ് എന്നുള്ളത് നമുക്കറിയാം എന്താ സംഗതി. പക്ഷേ ആ ഗ്രീക്ക് വാക്ക് അവിടെ ചേർത്തിരിക്കുന്ന ഹലാസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്കിന് ഫിഗറേറ്റീവ്ലി മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥം പരിജ്ഞാനം എന്നുള്ളതാണ്. ആ പരിജ്ഞാനം വേദപുസ്തകത്തിൽ പലയിടത്തും കാണാം. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. 139-ാം സങ്കീർത്തനം. 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ പാതാളത്തിൽ പോയാൽ നീ അവിടെയുണ്ട്, ഞാൻ എവിടെ പോയാലും നീ അവിടെ, എൻ്റെ മുൻപിലും പിൻപിലും നീ ഉണ്ട്. എന്നിട്ട് പറയുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ പേരാണ് പരിജ്ഞാനം. ദൈവം എൻ്റെ ഇടവും വലവും ഉണ്ട് എന്നുള്ളതിൻ്റെ പേരാണ് പരിജ്ഞാനം. അതുകൊണ്ട് തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ആ വാക്ക് ദൈവത്തിൻ്റെ വാക്കാണ്. അത് കേട്ട് മറന്നൊന്നും ചെയ്യല്ല, അത് കേട്ട് മറന്ന് നടക്കല്ല, അത് കേട്ട് മറന്ന് വളർത്തരുത്. എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. വിശ്വാസത്തിൻ്റെ വീരനായ നോഹ എങ്ങനെ വിശ്വാസ ജീവിതം നയിച്ചു? വേദപുസ്തകത്തിൻ്റെ ആദിമതാളുകളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ എങ്ങനെ ആ മനുഷ്യൻ്റെ പേര് ചേർക്കപ്പെട്ടു? 3 ഉത്തരങ്ങളാണ്. 1, ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അത് 3 എണ്ണമാണ്. ആശ്വാസം നൽകുക, സംരക്ഷണം നൽകുക, ശുദ്ധീകരിക്കുക. 3 കാര്യങ്ങളും നോഹ ചെയ്തു. 2-മതോ, ദൈവത്തോട് സവിശേഷപരമായ ബന്ധം, ലോകത്തോട് സുവിശേഷപരമായ ബന്ധം. നമ്മുടെ ബന്ധങ്ങളും അങ്ങനെ ആയിരിക്കണം. ദൈവത്തോടൊരു സവിശേഷപരമായ ബന്ധം, ലോകത്തോടൊരു സുവിശേഷപരമായ ബന്ധത്തിൽ ജീവിച്ചിട്ട് ഈ ലോകം വിട്ട് അവസാനിക്കുമ്പോൾ നല്ലൊരു ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വെച്ചിട്ട് വേണം, നല്ലൊരു ലെഗസി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ കടന്നു പോകാൻ. 3, ദൈവമടച്ച വാതിൽ ഒരു മനുഷ്യന് തുറക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് നോഹ ഓർപ്പിക്കുന്നു. ആര് മറന്നാലും ദൈവം എന്നെ മറക്കില്ല എന്ന് നോഹ നമ്മളെ ഓർപ്പിക്കുന്നു. ആര് മറന്നാലും ദൈവം മറക്കില്ല എന്ന് നോഹ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആളില്ലാത്ത വീടുകളും ആഴമില്ലാത്ത ബന്ധങ്ങളും ആത്മാവില്ലാത്ത അനുഷ്ഠാനങ്ങളും ചുറ്റും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ഒരു ആത്മീയ പരിപക്വതയോടെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ടാകുവാൻ, ദൈവം മറക്കാതിരിക്കാൻ ഈ ഒരു കൂടിവരവും ഈ ഒരു പ്രാർത്ഥനാനുഭവവും നമുക്കിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട്